ഡോഷിന് കൂടുതൽ അധികാരം നൽകി ട്രംപ്. ശതകോടീശ്വരൻ ഇലോൺ മസ്ക് തലവനായുള്ള സർക്കാർ കമ്മീഷനായ ഡോഷിന് കൂടുതൽ അധികാരം നൽകുന്ന ഉത്തരവിൽ ഒപ്പിട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ നടന്ന നടപടിക്രമങ്ങൾക്ക് 4 വയസ്സുകാരനായ മകൻ എക്സിനൊപ്പം മസ്കും സാക്ഷിയായി. വൻതോതിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ച ഫെഡറൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കാൻ ഡോഷിന് അധികാരം നൽകുന്നതാണ് ഉത്തരവ്. ഫെഡറൽ ഏജൻസികൾ ജീവനക്കാരുടെ എണ്ണവും നിയമനങ്ങളും കുറയ്ക്കണമെന്നും ഡോഷുമായി ഇതു സംബന്ധിച്ച് കൂടിയാലോചന നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. സർക്കാരിന്റെ പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുക തുടങ്ങിയവയാണ് ഡോഷിന്റെ ദൌത്യങ്ങൾ. ഫെഡറൽ ഏജൻസികൾ മസ്കിന്റെ കൈകടത്തൽ ശക്തമാകുന്നെന്ന ആരോപണങ്ങൾക്കിടെയാണ് ട്രംപിന്റെ ഉത്തരവ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഡോഷിന്റെ പ്രവർത്തനത്തെ യുഎസ് കോടതി തടഞ്ഞത്. എലോൺ മസ്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കമാണ് കോടതി തടഞ്ഞത്. ട്രഷറി ഡിപ്പാർട്ട്മെന്റ് രേഖകളിലെ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു മസ്കിന്റെ ടീമിന്റെ നീക്കം. യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജി പോളെ എംഗൽമയർ ശനിയാഴ്ച പുറപ്പെടുവിച്ച പ്രാഥമിക ഉത്തരവാണ് മസ്കിനും സംഘത്തിനും തിരിച്ചടിയായത്. രേഖകളുടെ ഏതെങ്കിലും പകർപ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവ ഉടനടി നശിപ്പിക്കാനും മസ്കിനോടും സംഘത്തോടും കോടതി ഉത്തരവിട്ടു. ഇത്രയും നിർണായകമായ രേഖകൾ ഡോഷിന് കൈമാറാനുള്ള നീക്കത്തെ എതിർത്ത് 19 സ്റ്റേറ്റ് അറ്റോർണി ജനറൽമാർ ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് നൽകിയിരുന്നു. ഈ കേസ് പരിഗണിച്ചാണ് ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവ്. കോടതി ഉത്തരവിനെ വിമർശിച്ച് മസ്ക് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. യുഎസിലെ 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് അറ്റോർണി ജനറലുകൾ കേസ് ഫയൽ നൽകിയതിനെ തുടർന്നാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മസ്കിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന് യുഎസ് ട്രഷറി വകുപ്പിലേക്ക് പ്രവേശിക്കാൻ അധികാരമില്ലെന്നാണ് നിയമോപദേഷ്ടാക്കൾ പരാതി നൽകിയത്. യുഎസ് ട്രഷറി വകുപ്പിൽ കയറി അമേരിക്കൻ പൗരന്മാരുടെ സാമ്പത്തികവും സ്വകാര്യവുമായ വിവരങ്ങൾ എലോൺ മസ്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. മാൻഹാട്ടിലെ യുഎസ് ജില്ലാ ജഡ്ജി പോൾ എംഗൽമേയറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ മറ്റ് രാഷ്ട്രീയ നിയമനങ്ങൾക്കും ഉത്തരവ് ബാധകമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മസ്കിന്റെ കൈവശമുള്ള ഇത്തരം രേഖകളെല്ലാം ഉടൻ തന്നെ നശിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പുതിയ നയം സെൻസിറ്റീവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള സാധ്യതയുണ്ടെന്നും ഇത് ആദ്യമുള്ള സിസ്റ്റത്തെക്കാൾ കൂടുതൽ ഹാക്കിങ്ങിന് ഇരയാകാനുള്ള സാധ്യതയുണ്ടെന്നും കോടതി പറയുന്നു. ക്ലിനിക്കുകൾ, പ്രീ സ്കൂളുകൾ, കാലാവസ്ഥാ സംരംഭങ്ങൾ, മറ്റ് പരിപാടികൾ എന്നിവയ്ക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് മസ്കും സംഘവും തടസ്സപ്പെടുത്തിയേക്കാമെന്നും ട്രംപ് തന്റെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ടു കൊണ്ടുപോകാൻ ഈ വിവരങ്ങൾ ഉപയോഗിച്ചേക്കാമെന്നും പരാതിയിൽ പറയുന്നു. ഡോഷിന്റെ സിസ്റ്റത്തിലേക്കുള്ള പ്രവേശനം വലിയ സൈബർ സുരക്ഷാ അപകട സാധ്യതകൾ ഉയർത്തുമെന്നും ഇത് സംസ്ഥാനങ്ങൾക്കും അവരുടെ താമസക്കാർക്കും വലിയ തോതിലുള്ള ഫണ്ടിങ്ങുകളെ അപകടത്തിലാക്കുന്നുവെന്നും നിയമോപദേഷ്ടാക്കൾ പറയുന്നു. അതിനാൽ ഡോഷിലേക്കുള്ള മസ്കിന്റെ പ്രവേശനം തടയുന്നതിനായി താൽക്കാലിക നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ഡോഷിന്റെ ദൌത്യങ്ങൾ. ഡോഷ് സർക്കാരിന് പുറത്തുനിന്ന് മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നിലുണ്ടായിരുന്ന മസ്കിനും വിവേകിനും സുപ്രധാന പദവികൾ നൽകുമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.